ഹലോ, ഇന്നത്തെ വീഡിയോയിൽ ഈ ഒരു ബ്രൈഡൽ ഗൗണിന്മേ ചെയ്തിട്ടുള്ള കുറച്ച് ഓൾട്രേഷൻ വർക്കൊക്കെയാണ് കേട്ടോ കാണിക്കുന്നത്. അത്യാവശ്യം ഹെവി ആയിട്ടുള്ള ഫുൾ സ്റ്റോൺ വർക്കും എംബ്രോയ്ഡറിയും വരുന്ന ഒരു ഗൗണാണ്. അപ്പോൾ പിന്നെ വെയിറ്റിൻ്റെ കാര്യം പിന്നെ പറയണ്ടല്ലോ, നല്ല വെയിറ്റും ഉണ്ട്. നല്ലൊരു മെറൂൺ ഷെയ്ഡിലാണ് വന്നിരിക്കുന്നത്. ഈ ഒരു ഗൗണും ഒരു മുസ്ലിം ബ്രൈഡിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ അതുകൊണ്ട് ഈ സ്ലീവുമത്തെ നെറ്റിൻ്റെ ഉള്ളിൽ അവർക്ക് ലൈനിങ് വെച്ച് കൊടുക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതുപോലെ നെക്കിൻ്റെ ലെങ്ത്ത് കുറച്ച് കൂടുതൽ, അപ്പോൾ അതൊന്ന് ലെങ്ത്ത് കുറയ്ക്കാനും പിന്നെ ബാക്ക് നെക്ക് ഒരു 3/4 ഭാഗത്തോളം കവർ ചെയ്യാനും പറഞ്ഞു. ബാക്ക് നെക്കിൽ വെച്ച് കൊടുക്കാനുള്ള പീസ് കസ്റ്റമർ വേറെ സെപ്പറേറ്റ് റണ്ണിങ് മെറ്റീരിയൽ ആ സെയിം ഷെയ്ഡിൽ തന്നെ വർക്കിൽ വരുന്ന ഒരു റണ്ണിങ് മെറ്റീരിയൽ വാങ്ങി കൊണ്ടിട്ടുണ്ടായിരുന്നു. ചെറിയ പീസ് മതിയായിരുന്നു, നല്ല റേറ്റുള്ള മെറ്റീരിയലാണ്. പക്ഷേ നമ്മൾ ഷോപ്പിലൊക്കെ പോയി കഴിഞ്ഞാൽ മെറ്റീരിയൽ വാങ്ങുമ്പോൾ അവർ എന്തായാലും 1/2 മീറ്റർ എടുക്കാൻ പറയും. അപ്പോൾ ആ ഒരു മെറ്റീരിയൽ 1/2 മീറ്റർ വാങ്ങിയിട്ടുണ്ടായിരുന്നു. അത് യൂസ് ചെയ്തിട്ടാണ് നമ്മൾ ബാക്ക് നെക്ക് കവർ ചെയ്ത് കൊടുത്തത്. അപ്പോൾ ഇത്രയാണ് കസ്റ്റമർ ചെയ്യാൻ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ആദ്യം സ്ലീവിന് ലൈനിങ് വെച്ച് കൊടുക്കാൻ വേണ്ടിയിട്ട് സ്ലീവ് ഫുള്ളായിട്ട് നമ്മൾ അയച്ചെടുത്തു. സ്റ്റിച്ചിൻ്റെയും കട്ടിങ്ങിൻ്റെയും ഡീറ്റെയിൽ ആയിട്ട് ഇതിൽ കാണിക്കുന്നില്ല, എന്നാലും റാൻഡായിട്ട് കുറച്ച് ക്ലിപ്പുകളൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട്. അതെല്ലാം ഇതിൽ ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ചിലതൊക്കെ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും എന്തായാലും. നെക്കിൻ്റെ ലെങ്ത്ത് കൂടുതലായ കാരണം 2 ഷോൾഡറും ജസ്റ്റ് ഒന്ന് പിടിച്ചു കൊടുത്തിട്ടുണ്ട്. അടുത്ത പണി ഈ ഒരു മെറ്റീരിയൽ യൂസ് ചെയ്തിട്ട് ബാക്ക് നെക്ക് കവർ ചെയ്ത് കൊടുക്കാനാണ്. ഇത്ര ഒരു ചെറിയ പോർഷൻ്റെ ആവശ്യമുള്ളൂ. അപ്പോൾ അത് നമ്മൾ അതിന് കട്ട് ചെയ്തിട്ട് നമ്മളവിടെ സെറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ കുറച്ച് ക്ലിപ്പുകൾ എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ അത് ജസ്റ്റ് ഒന്ന് കാണാം. ഇതിൻ്റെ അടിയിൽ വെച്ച് കൊടുക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ കയ്യിലുള്ളൊരു ഏകദേശം ഈ ഒരു ഷെയ്ഡിന് മാച്ച് ആയിട്ട് വരുന്ന ഒരു മെറ്റീരിയലാണ് വെച്ച് കൊടുത്തിട്ടുള്ളത്. ഇതുപോലെ വർക്ക് വരുന്ന തുണിയൊക്കെ ആകുമ്പോൾ മെഷീനിൽ സ്റ്റിച്ച് ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ആ ഒരു സ്റ്റിച്ച് വരുന്ന സൈഡിലെ വർക്കൊക്കെ ജസ്റ്റ് ഒന്ന് ഇങ്ങനെ അടിച്ചു കൊടുക്കും. എന്നിട്ട് അതിൻ്റെ മുകളിൽ കൂടെയാണ് നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. അപ്പോൾ കുഴപ്പമില്ലാതെ സ്റ്റിച്ച് ചെയ്ത് കിട്ടും.
ഫൈനലി നെക്ക് നമ്മൾ ബാക്കിൽ കവർ ചെയ്ത് കൊടുത്തു. ഇനി ലെങ്ത്ത് ഒന്ന് കുറയ്ക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിന് വേണ്ടിയിട്ട് ഷോൾഡറും ജസ്റ്റ് ഒന്ന് പിടിച്ചു കൊടുത്തു. ഇനി അടുത്തതായിട്ട് സ്ലീവിന് ലൈനിങ് വെച്ച് കൊടുക്കാനാണ്. അതിന് വേണ്ടിയിട്ട് സ്ലീവൊക്കെ അഴിച്ച് സെറ്റാക്കിയിട്ടുണ്ട്. ഇനി അതൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കണം. ഇതാണ് നമ്മുടെ ഫൈനൽ ലുക്ക് വരുന്നത്. സ്ലീവിന് ലൈനിങ്ങും വെച്ച് കൊടുത്തു, ബാക്ക് നെക്കും കവർ ചെയ്തു. അവിടെ ചെറിയ 2 ഹുക്ക് വെച്ച് കൊടുക്കാനുണ്ട്, അതും കൂടി സെറ്റാക്കാനുണ്ട്. ഇതുപോലെ ഇങ്ങനെ ബ്രൈഡൽ ഡ്രസ്സിലൊക്കെ ബാക്ക് നെക്ക് ലെങ്ത്ത് കൂടുതലാണെന്ന് തോന്നിക്കുന്നുണ്ടെങ്കിൽ ഇതുപോലെ കവർ ചെയ്ത് കൊടുത്താൽ മതി. നല്ല വൃത്തിയിൽ കിടക്കുകയും ചെയ്യും, കാണാനും നല്ല ഭംഗിയുണ്ടാവും. ഇതിൻ്റെ ഫൈനൽ ലുക്ക് ഒന്നുകൂടി നല്ലപോലെ കാണാൻ വേണ്ടിയിട്ട് നമ്മൾ ഡമ്മിയും ഇട്ട് കൊടുത്തിട്ടുണ്ട്. കസ്റ്റമർ ഇട്ടിട്ടുള്ള ഫോട്ടോ കിട്ടാൻ കുറച്ച് ടൈം എടുക്കും. ഇതാണ് നമ്മുടെ ബ്രൈഡൽ ഗൗണ്. അപ്പോൾ എങ്ങനെയുണ്ട്, നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ ഇല്ലേന്നൊക്കെ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റിൽ പറയണം. അതുപോലെ വീഡിയോ ഇഷ്ടപ്പെട്ട ബ്രൈഡ്സിനും അതുപോലെ ബ്രൈഡ്സിന് ഡ്രസ്സ് എടുക്കാൻ പോകുന്നവർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. ഈ ഒരു കസ്റ്റമറിൽ തന്നെ വേറെ കുറച്ച് വർക്കുകൾ നമുക്ക് ചെയ്യാനുണ്ട്. അപ്പോൾ അതിൻ്റെ വീഡിയോസൊക്കെ നമ്മുടെ ചാനലിൽ ഇനി വരും. അതുപോലെ നമ്മുടെ ഷോപ്പിൽ സ്റ്റിച്ച് ചെയ്തിട്ടുള്ള ഡ്രസ്സുകളൊക്കെ ഈ ചാനലിൽ ഷോർട്സ് ആയിട്ട് നമ്മൾ ഇട്ടിട്ടുണ്ട്. അപ്പോൾ അത് കാണാത്തവരൊക്കെ ഒന്ന് അത് പോയിട്ട് ചെക്ക് ചെയ്യുക. അപ്പോൾ അത്രയുള്ള ഇന്നത്തെ വീഡിയോ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എന്തായാലും ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക.